എന്താ ചെയ്യേണ്ടത്? ഈ ദുനിയാവിലെ നന്മകൾ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരമായി കാണണ്ട. തിന്മ എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ ചെറുതല്ലേ എന്ന തോന്നൽ നിനക്ക് വേണ്ട. കാരണം ആ നാളിൽ, പരലോകത്ത് വരുന്ന നാളിൽ, നമ്മളൊക്കെ കേട്ട് കാണാതെ പഠിച്ചു വെച്ച ആയത്തല്ലേ. ആരെങ്കിലും ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അവൻ അത് കാണും, അത് കിട്ടും, അതിൻ്റെ അനുഭവിക്കും. ഒരു അണുമണിത്തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും അതിനുള്ളത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അന്വേഷിച്ചു നോക്ക്. അറബി ഭാഷയിൽ മിസ്കാല ദർറത്ത് എന്ന വാക്കിൻ്റെ പുതിയ അർത്ഥം എന്താണെന്നറിയോ? ആറ്റംസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മമായ മൈക്രോസ്കോപ്പുകൾ കൊണ്ട് മാത്രം ദർശിക്കാവുന്ന ആറ്റത്തിനെയാണ് മിസ്കാല ദർറ എന്ന് വിളിക്കുന്നതെങ്കിൽ അത്ര ചെറുത് ചെയ്തവനാണെങ്കിൽ പോലും അവിടെ വരും, കൊണ്ടുവരും. അത് ഒന്നും വിട്ടുപോകൂല. എത്ര നിസ്സാരമായതാണെങ്കിലും അത് വരുന്ന ഒരു നാളുണ്ട്. എന്താ ചെയ്യാ? പരലോകത്ത് പഴുതടിച്ച രീതിയിൽ വിചാരണ നേരിടുമെന്ന ഭയം ഓരോരുത്തർക്കും വേണം. ഇങ്ങനെ എൻ്റെ കർമ്മങ്ങളെല്ലാം തുറന്നു വെക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എന്നുമെന്നോർക്കുക. നാട്ടുകാരിഷ്ടത്തിനും കൂട്ടുകാർക്ക് വേണ്ടിയും ബാപ്പാക്കും മാക്കും അതുപോലെ തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവർക്കിടയിലെ ആളാകാനും വേണ്ടി വല്ലതും ചെയ്തു കൂട്ടുന്നവരൊക്കെ ആലോചിച്ചൊക്കെ താൻ മാത്രം അനുഭവിക്കുന്ന ഒരു ദിവസം ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് ഇസ്ലാമിൻ്റെ വിശുദ്ധ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്നേ ദിവസം നരകാവകാശികളായി വരുന്ന ആളുകളുണ്ടെങ്കിൽ, പാപങ്ങളായി കൊണ്ട് അവിടേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മനുഷ്യരാണെങ്കിൽ ആ ദിവസത്തെ അവർ ശപിച്ചുകൊണ്ടിരിക്കും. وَنُفِخَ فِي الصُّورِ فَإِذَا هُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ. സൂറത്ത് യാസീൻ മഹല്ലുകളിൽ അർത്ഥം വെച്ച് പഠിക്കേണ്ട സൂറത്താണ്. എപ്പോ? മരിക്കണതിന് മുമ്പ്. നമ്മൾ സൂചിപ്പിച്ചല്ലോ, ജീവിതത്തിൽ അർത്ഥമറിഞ്ഞ് പഠിക്കേണ്ട ആയത്താ. കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ ശ്മശാനങ്ങളിൽ കിടക്കുന്ന മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളാണ്. പുറത്തുകൊണ്ട് വരും. അന്നവൻ ചോദിക്കും, എത്രയാ വൈലനാ മംബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ നാശമേ, ആരാണ് ഇന്ന് ഞങ്ങളെ ഇതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? അവർക്ക് ആ ദിവസം പോലും ആലോചിക്കാൻ വയ്യ. അവർക്ക് അങ്ങേയറ്റത്തെ പ്രയാസമാണ്. ആ ദിവസത്തിന് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം. ജീവിതത്തിൽ എന്നും ദുനിയാവിൽ ആലോചിക്കണം. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ഒരു ദിവസം വരാണ്ട്. ആ ദിവസത്തിൽ തുഅറദൂൻ, എല്ലാം പുറത്ത് കൊണ്ടുവരപ്പെടും. ലാ തഖ്ഫാ മിൻകും ഖാഫിയ, നിങ്ങളിൽ നിന്ന് ഒന്നും രഹസ്യമാക്കി വെക്കുകയില്ല. എല്ലാം പുറത്തേക്ക് വരും. അഴിമതി പുറത്തു വരും, ആരോപണങ്ങൾ പുറത്തു വരും, നിഷേധിച്ചത് പുറത്തു വരും. എല്ലാ രഹസ്യങ്ങളും അന്നേ ദിവസം പുറത്തു വരപ്പെടും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ വല്ലാതെ വിഷമത്തോടെ, റബ്ബി ലാ തുഹ്സിനി യൗമൽ ഖിയാമ, പടച്ചോനെ നാളെ പരലോകത്ത് എന്നെ അപമാനിക്കരുത് റബ്ബേ. വലാ തുഹ്സിനാ യൗമൽ ഖിയാമ, റബ്ബേ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ അപമാനിക്കരുതേ. നല്ല ഒരു പ്രാർത്ഥനയായി ഖുർആൻ പഠിപ്പിച്ചു. എന്തേ കാരണം? മഹാനായ ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഒരു സാരോപദേശം പറയാണ്. ഫഇന്നൽ ഇൻസാന യസ്റഉ ബിഖൗലിഹി വഅമലിഹിൽ ഹസനാതി വസ്സയ്യിആത്. ഈ ഒന്നാമത്തെ വീടുണ്ടല്ലോ, ഈ വീട്ടിൽ മനുഷ്യൻ ഇങ്ങനെ കൃഷി ഇറക്കുകയാണ്, വിതക്കുകയാണ്. എന്തൊക്കെയാണ്? ബിഖൗലിഹി, വാക്കുകൾ, വഅമലിഹി, പ്രവർത്തനങ്ങൾ, അൽ ഹസനാതി വസ്സയ്യിആത്, നല്ലതും തെറ്റും ചീത്തയും വേണ്ടാത്തൊക്കെ എല്ലാം കൂടിയായിട്ട് മനുഷ്യൻ ഇവിടെ ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാ കൊയ്തെടുക്കുക? സുമ്മ യഹ്സുദു യൗമൽ ഖിയാമത്തി മാ സറ, ഇവിടെ എന്താണോ കൊയ്തതെങ്കിൽ അത് നാളെ പരലോകത്ത് പുറത്തേക്ക് അവൻ വിതച്ചത് മുഴുവൻ കൊയ്തെടുക്കുന്ന ദിവസമാണ്. ഇവിടെ എന്താണോ പറഞ്ഞത്, എന്താണോ ചെയ്തത്, അതാണ് അവിടെ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുക. ഫമൻ സറ ഖൈറൻ മിൻ ഖൗലിൻ ഔ അമൽ, ആരെങ്കിലും ദുനിയാവിൽ
ഖൈറായത് വിതച്ചാൽ, ഖൈറായത് പ്രവർത്തിച്ചാൽ, ഹസദൽ കറാമ, നാളെ പരലോകത്ത് റബ്ബിന്റെ ആദരവമെന്ന് കൊയ്തെടുക്കാം, സ്വർഗം കിട്ടും. വമൻ സറഅ ശർറൻ മിൻ ഖൗലിൻ ഔ അമലിൻ, അമലായി വാക്കായി പ്രവൃത്തിയായി ഇവിടെ തിന്മകളാണോ നീ വിതച്ചത് മുഴുവനെങ്കിൽ, ഹസദൻ നദാമ, ഖേദമായിരിക്കും അവർ അവിടെ വിതക്കുന്ന, അവിടെ കൊയ്തെടുക്കുന്നത്. ഖേദിച്ച് വിലപിച്ച് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കും. കൈതോടുപോൽ കണ്ണീരുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. ആർത്തട്ടഹസിച്ചവൻ വിലപിച്ചുകൊണ്ടിരിക്കും. നഷ്ടമേ നഷ്ടമേ എന്ന് കാര്യങ്ങൾ അവൻ ഇങ്ങനെ സ്വന്തം ഇങ്ങനെ പ്രയാസത്തോടുകൂടെ വിലപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യമൊന്നുമില്ല. വഖാലൽ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രസിദ്ധനായ പണ്ഡിതനായ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, യബ്ന ആദം, ആദമിന്റെ പുത്ര, മനുഷ്യരെ, അന യൗമുൻ ജദീദുൻ അലാ മലിക ഷഹീദ്, എല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ് വന്നിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച നേരം പുലർന്നപ്പോഴും ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നിതാ ഒരു പുതിയ ദിവസം ഇതാ വന്നിരിക്കുകയാണ്. അലാ അമലിക ഷഹീദ്, ഇന്ന് നീ പ്രവർത്തിക്കുന്നതൊക്കെ സാക്ഷിയാണ്, എല്ലാം തെളിവാണ്. ഫഗ്തനിമിനി ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ, ഞാൻ ഇനി ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ മടങ്ങി വരില്ല. കിട്ടുന്ന ഒരു ദിവസം ഉണ്ടോ? ആയുസ്സിന്റെ താളുകളിൽ ഒരു ദിവസം നിനക്ക് കിട്ടിയോ, ഇന്ന് ഉപയോഗിച്ചോ. ഈ ദിവസം, ഈ ഡേറ്റ് ഇനി തിരിച്ചു വരില്ല, ഇത് കഴിഞ്ഞുപോയി. ഇത് മനുഷ്യൻ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മുതൽ മനുഷ്യൻ പരിവർത്തനം ഉണ്ടാവും. ഇത് മറന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ അവനിൽ ഏത് ധിക്കാരത്തിനും ഏത് തോന്നിവാസങ്ങൾക്കും അശ്ലീലതകൾക്കും ആഭാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അവൻ വളം വെച്ചു കൊടുക്കും. നാളെ പരലോകത്തെ പറ്റി പറയാ, സ്വർഗം ഉറപ്പാണെന്നറിഞ്ഞിട്ട് പോലും മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരെ വല്ലാതെ പേടിക്കുകയായിരുന്നു. സ്വർഗമുണ്ട് അവർക്കെന്ന് വാഗ്ദാനം കിട്ടിയിട്ട് പോലും അവർക്ക് ബേജാറുണ്ടായിരുന്നു. നമുക്കൊരു കൂസലുമില്ല. പരലോകത്ത് ഒരു മനുഷ്യന്റെ കാലുകൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയൂല. ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? അന്നുംരിഹി ഫീമാ ഫിനാ, നിനക്കൊരുപാട് ആയുസ് കിട്ടിയില്ലേ, ആ ആയുസ് നീ എവിടെയാണ് നശിപ്പിച്ചതെന്നൊരു ചോദ്യം വരും. ഫുള്ള് നമ്മുടെ വയസ്സിനെ കുറിച്ച്, ആയുസ്സിനെ കുറിച്ചൊരു ചോദ്യം. നിനക്കൊരുപാട് അറിവ് കിട്ടി, നീ വായിച്ചത് കേട്ടത് പഠിച്ചതായ ധാരാളം അറിവ് കിട്ടിയില്ലേ, നീ എന്താണ് അതുകൊണ്ട് പ്രവർത്തിച്ചത്? ചോദ്യമുണ്ട്. നിന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. നീ എവിടുന്നാണ് ഇത്രയും പണമുണ്ടാക്കിയത്? നമ്മളിവിടെ നാട്ടിലാണെങ്കിൽ തന്നെ ചോദിക്കൂലേ, സ്വന്തം മകൻ കണക്കില്ലാത്ത പൈസയും കൊണ്ട് മേശപ്പുറത്ത് തുറന്നു വെച്ചാൽ എവിടുന്ന് അത്ര പണം? നാളെ പരലോകത്ത് പടച്ചറപ്പ് ചോദിക്കും, നീ ദുനിയാവിൽ എവിടുന്നാ പണം ഉണ്ടാക്കിയത്? നീ ഇതൊക്കെ എവിടെയാ ചെലവഴിച്ചത്? ചോദ്യമുണ്ട്. ശരീരത്തെ കുറിച്ച് ചോദിക്കും. അത് എന്തിനു വേണ്ടിയാണ് നീ അത് ഉപയോഗപ്പെടുത്തിയതെന്ന് മറുപടി പറയാതെ ചലിപ്പിക്കാൻ കഴിയൂല നിന്റെ കാലുകൾ. ഈ ചോദ്യമുണ്ടെന്ന പേടി കാരണം കൊണ്ടാണ് നാളെ പരലോകത്തെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു പോയി, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. സ്വർഗമുണ്ടെന്നും ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ മുട്ടുന്നതും ആ നബിയാണെന്ന് അറിഞ്ഞിട്ട് പോലും പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ പരലോകത്തെ എൻ്റെ വിചാരണ എളുപ്പമാക്കി തരണേ. അവിടത്തേക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ഇങ്ങനെ കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചോദിക്കണ്ടായി, നബിയെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവിടുന്ന് ഒരു മറുപടി പറഞ്ഞത് എന്താണ്? ഇന്നഹു മൻ നൂഖിശൽ ഹിസാബ യൗമഇദി യാ ആയിഷ ഹലക്. നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ ശക്തമായി അങ്ങ് തലനാരിഴകീറി അങ്ങ് വിചാരണ ചെയ്യാൻ തുടങ്ങിയാൽ ഹലക്, അവൻ നശിച്ചു. അതുകൊണ്ട് ലളിതമായ എളുപ്പമുള്ള വിചാരണ കിട്ടി വേഗം സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഏറ്റവും ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ഈ നാള് ഈ ദിവസം വരുമെന്ന് ഉറപ്പുള്ള വിശ്വാസികളാണ് നമ്മളെങ്കിൽ ഈ പരലോകത്തിൻ്റെ ഭയാനകതയെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആലോചിക്കുക, എന്താണ് പരിഹാരം രക്ഷപ്പെടാൻ? ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരാളും കൂടെയില്ലാത്ത ഒറ്റക്കാണ് വരിക.
ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി തൃപ്തിപ്പെടുത്താനും മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഹറാമുകൾക്ക് കൂട്ടുനിന്നവരൊക്കെ ആലോചിക്കുക. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങളെ ആദ്യം പടച്ചപ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക് വന്നത് ഒറ്റക്കായിരുന്നു. ഇതേപോലെ പരലോകത്ത് നിങ്ങൾ വരുന്നതും ഫുറാദാ, ഒറ്റക്ക് വന്ന് നേരിടേണ്ടി വരും. ടീമൊന്നും ഉണ്ടാവില്ല, സംഘങ്ങൾ ഉണ്ടാവില്ല, സംഘടനകൾ ഉണ്ടാവില്ല. സ്വന്തമായി ഒറ്റക്ക് അവിടെ വരേണ്ടി വരും. അവിടെ അല്ലാഹു സാക്ഷിയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിങ്ങൾ അവിടെ പറയുന്നതും അല്ല, നിങ്ങളെ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളുടെയും സാക്ഷിയായി അല്ല അവിടെയുണ്ട് എന്ന് മറക്കേണ്ട. രക്ഷപ്പെടണോ? നമുക്ക് തൗഹീദ് വേണം. അള്ളാനെ മാത്രം ആരാധിച്ച് ജീവിക്കണം. വിശ്വാസകാര്യങ്ങളിൽ ഒരിക്കലും അക്രമം കടന്നു വരാതിരിക്കണം. ബിദ്അത്തുകൾ ജീവിതത്തിൽ വരാതിരിക്കണം. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. സത്യസന്ധമായ ജീവിതത്തിന് നമ്മൾ തയ്യാറാകണം. അങ്ങനെയല്ല എങ്കിൽ നമ്മളും നഷ്ടക്കാരാവുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒന്ന് സംസാരിക്കുന്നത് പോലും നമ്മൾ ഗൗരവത്തോടെ കാണണം. ഒരു വോയിസ്, ഒരു വീഡിയോ, ഒരു സംസാരം, ഒരു ഫോൺ കോൾ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ ഉച്ചാരണങ്ങൾ പോലും ഒരു റഖീബും അതീദും രേഖപ്പെടുത്താതെ കടന്നു പോകുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഈ പള്ളിയിലേക്ക് വന്ന സമയം പോലും രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ വന്ന സമയം അള്ളാന്റെ കിതാബിൽ അവിടെ രേഖയിലുണ്ട്. നിങ്ങൾക്ക് തെളിവിക്കാൻ, അവിടെ പറയാൻ ന്യായം എന്തുണ്ട്? കച്ചവടക്കാരെ കച്ചവടം അടച്ചു വെക്കണമെന്ന് പറഞ്ഞു, ജോലിക്കാരെ ജോലി നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് നേരം വൈകി വരാൻ നമുക്കെന്ത് കാരണം പറയാനുണ്ട്? ആരോട് പറയാൻ? അള്ളാന്റെ ഖുർആൻ പറയാൻ, നിങ്ങൾ മിണ്ടുന്നതും പറയുന്നതും ഉച്ചരിക്കുന്നതൊക്കെ ഒരു രേഖാപുസ്തകത്തിലുണ്ട്. അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മനുഷ്യൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഒരു കിതാബിൽ ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്. ഒരു കിതാബിൽ അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ കിതാബ് പാപികളായ മനുഷ്യരുടെ മുമ്പിലേക്ക് ഇങ്ങനെ തുറന്നു വെച്ചു കൊടുക്കുന്ന ഒരു രംഗം ഖുർആൻ പറയുന്നുണ്ട്. വവുദി അൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീൻ. പേടിച്ചുകൊണ്ട് ആ കിതാബ് നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്ന് വരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഒരു ക്യാമറയിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ കൊണ്ടുവന്ന് കാണിച്ചാൽ ഞാനും നിങ്ങളും എന്തുമാത്രം അമ്പരപ്പിലായിരിക്കും. നമ്മൾ ചെയ്ത മുഴുവൻ സംഭവങ്ങളുടെ കൃത്യമായ വിവരണം ഒരു രേഖാപുസ്തകത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല, പരിശുദ്ധ ഖുർആനാണ്. തള്ളിക്കളയാൻ കഴിയില്ല. അന്നേ ദിവസം വയഖൂലൂന, അത് കാണുമ്പോൾ അവർ പറയും, യാ വൈലതനാ മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു വല്ലാത്ത കിതാബാണിത്, എന്തൊരു കിതാബാണിത്. ഞാൻ ചെയ്തു പോയ ചെറുതും വലുതുമായതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടല്ലോ. എല്ലാം കൊണ്ടുവന്ന് കാണിക്കുക. അവർ ചെയ്തത് മുഴുവൻ ഹാദിറാക്കി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിന്റെ റബ്ബ് പരലോകത്തൊരാളോടും ഇല്ലാത്ത പ്രവർത്തനത്തിന്റെ പേരിൽ ശിക്ഷ വിധിക്കൂല, അനീതി കാണിക്കൂല, അന്യായമായി തടങ്കിൽ വെക്കൂല. അള്ളാഹു ഒരിക്കലും ഒരാളോടും ഒരു തരിമ്പ് പോലും അനീതി കാണിക്കൂല. ഈ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്വർഗമാണെങ്കിൽ സ്വർഗത്തിൽ, നരകമാണെങ്കിൽ നരകത്തിലെത്താൻ. അതുകൊണ്ട് പരലോകത്തിനെ എത്ര കൃത്യമായി നമ്മൾ ഓർമ്മയോടെ ചിട്ടയോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അവർക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് തോന്നണം എന്തെങ്കിലും ചെയ്യണമെന്ന്. എത്രയെത്ര നന്മയുടെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് തന്നു. അതൊന്നും സംഘടനാപരമല്ല, അതൊന്നും ഏതെങ്കിലും മഹല്ലുകൾക്ക് വേണ്ടിയല്ല, നമ്മുടെ ആരുടെയെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗത്തിന് വേണ്ടി ഓരോ പ്രവർത്തനങ്ങൾ നമ്മളെ ക്ഷണിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിന് ദുനിയാവിൽ ഇത്ര കഷ്ടപ്പെടണം? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കൂടെ നമ്മൾ വായിക്കണം. ഈ ദുനിയാവിൽ നിങ്ങൾ നന്നായി പണിയെടുത്തോളൂ. ഫഇന്ന ഫിദ്ദുനിയാ അമലും വലാ ഹിസാബ്. ദുനിയാവിൽ നിങ്ങൾ നന്നായി പണിയെടുത്താൽ, സുന്നത്ത് നമസ്കരിച്ചാൽ, സുജൂദുകൾ അധികരിപ്പിച്ചാൽ, പ്രാർത്ഥന അധികരിപ്പിച്ചാൽ, സ്വതക അധികരിപ്പിച്ചാൽ, ദിക്റുകൾ അധികരിപ്പിച്ചാൽ, ഓരോന്നും നമ്മൾ ചെയ്താൽ എന്താ ഗുണം? ഫീഹാ അമൽ. ഇത് അമൽ ചെയ്യുന്ന ലോകമാണ്.
വലാ ഹിസാബുൻ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വിചാരണ ഉണ്ടാവൂല. ഓരോ മഹല്ലാരെ വിളിച്ചു വരുത്തിയിട്ട് നിസ്കരിച്ചോ നോമ്പോറ്റോ എന്നുള്ള വിചാരണ ഒന്നും ഇവിടെ ആർക്കും ഉണ്ടാവില്ല, ഇവിടെ ആരും കാണിക്കണ്ടില്ല. ഫഇന്ന ഫിൽ ആഖിറ, നാളെ പരലോകത്ത് ഫീഹാ ഹിസാബുൻ, അവിടെ വിചാരണ നടക്കുന്ന ദിവസമാണ്. വലാമലുൻ, ഒരു ദിക്ർ ചൊല്ലാൻ നിങ്ങൾക്ക് അവിടെ സമയം തരൂല, ഒരു സ്വതക്ക ചെയ്യാൻ അവിടെ ചാൻസ് ഇല്ല, ഒരു തൗബ ചെയ്യാൻ വകുപ്പില്ല പരലോകത്ത്. ഇവിടെയാണ് അതിനൊക്കെയുള്ള കേന്ദ്രമെന്നും നാളെ പരലോകത്ത് അതിൻ്റെ വിചാരണ നടക്കുന്ന ദിവസമാണെന്നും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ട് ജീവിത മേഖലകൾ സംശുദ്ധമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്മകളെ ഒന്നും ചെറുതായി കാണേണ്ട, എല്ലാം വലുതായി തന്നെ